ഹായ് ഫ്രണ്ട്സ്, മന്ദാരം വ്ലോഗ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പയർവിത്ത് നടാം. പയർവിത്ത് നടാൻ ആവശ്യമായിട്ടുള്ളത് മണ്ണ് ആദ്യം നട്ട ചട്ടിയിൽ നിന്ന്, അതായത് വേറെ ചെടിയൊക്കെ നട്ട ചട്ടിയിൽ നിന്ന് തട്ടിയെടുത്ത മണ്ണാണ്. അതിലേക്ക് എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, ഡോളമേറ്റ്, പിന്നെ ചാണകം എല്ലാം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ആദ്യം നട്ട ചട്ടിയിലെ മണ്ണായതുകൊണ്ട് അതിൽ തന്നെ അത്യാവശ്യം വളമൊക്കെ ഉള്ള മണ്ണായിരിക്കും. പിന്നെ അടിയിൽ കരിയിലൊക്കെ ഇട്ടിട്ട് നട്ടതായിരുന്നു. അപ്പോൾ ആ കരിയിലൊക്കെ ഇപ്പോൾ പൊടിഞ്ഞ് നല്ല വളമായിട്ടുണ്ട്. അത് ഈ കൃഷിക്ക് കുറച്ചുകൂടി ഉപകാരപ്രദമാവും. അന്ന് അതിൽ നട്ട സമയത്ത് അടിയിലാണല്ലോ കരിയിലിട്ട് കൊടുത്തത്. അപ്പോൾ ഇതിലേക്ക് വരുമ്പോൾ അത് കുറച്ചുകൂടി വളമായിട്ട് മാറിയിട്ടുണ്ടാവും. പിന്നെ നമുക്ക് മുളക് തൈ നട്ടതുപോലെ തന്നെ ചട്ടിയിൽ അടിയിൽ ഹോള് അടയ്ക്കുക. കല്ലോ ഓട് കഷ്ണം എന്തെങ്കിലും വെച്ചിട്ട് ഹോൾ അടച്ചിട്ട് അതിലേക്ക് കരിയിലോ പുല്ല് പറിച്ചതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട്. ഞാനിത് ടെറസിൻ്റെ മുകളിലാണ് നടുന്നത്. അപ്പോൾ അവിടുത്തെ ആദ്യത്തെ കൃഷിയിലുള്ള കുറച്ച് പയറിൻ്റെ വള്ളികൾ ഉണങ്ങിയതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പറിച്ച് അടിയിലിട്ട് കൊടുത്തത്. അതിനുശേഷം നമുക്ക് മണ്ണ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മണ്ണ് കുറേശ്ശായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. മണ്ണ് ഒരു 1/4 ഭാഗം ഒക്കെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ വളമൊക്കെ ചെയ്യുന്ന സമയത്ത് വളം ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുക്കുമല്ലോ. അപ്പോൾ അങ്ങനെ 2-3 തവണയൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഏകദേശം ചട്ടി കുറച്ച് 3/4 ഭാഗത്തോളമൊക്കെ ആയിട്ടുണ്ടാവും. കുറേശ്ശെ ഒരു പകുതി 1/4 ഭാഗത്തോളം മണ്ണിട്ട് കൊടുത്താൽ മതി. 2 ചട്ടിയിൽ നടണതാണ് ഞാൻ ആദ്യം കാണിക്കുന്നത്. കുറച്ച് വിത്ത് എടുത്തിട്ടുള്ളൂ. വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം കുറച്ച് നട്ട് വെച്ചതുണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം. ഇനി ഇതിൽ നമ്മൾ മിക്സ് ചെയ്ത മണ്ണിൽ പുല്ല്, വേര്, ആദ്യത്തെ ചെടീൻ്റെ വേര് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കല്ല് അതൊക്കെ ഉണ്ടെങ്കിൽ പെറുക്കി കളയുക. പിന്നെ നമ്മൾ ഇനി നട്ട് കൊടുക്കുക. പയർവിത്ത് നട്ട് കൊടുക്കുക. ഞാൻ ഒരു ചട്ടിയിൽ 3 എണ്ണം വെച്ചാണ് നടുന്നത്. ഏതെങ്കിലും ഒന്ന് മുളയ്ക്കാതെ വരികയോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ബാക്കി 2 എണ്ണം ഉണ്ടാവുമല്ലോ. അപ്പം 3 എണ്ണം വെച്ചിട്ട് 2 ചട്ടിയിലും നട്ട് കൊടുക്കുകയാണ്. നട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ അധികം ആഴത്തിൽ നടരുത്, വിത്തിടരുത്. ആഴത്തിലിട്ടാൽ വിത്ത് മുളയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. ഏകദേശം ഒരു പയറിൻ്റെ വിത്താവുമ്പോൾ അതിൻ്റേതായ വിത്തിന് പാകത്തെ ഒരു കുഴി എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. വിത്തിട്ട് കൊടുത്തിട്ട് മണ്ണിട്ട് ജസ്റ്റ് ഒന്ന് മണ്ണിട്ടിട്ട് മൂടി കൊടുക്കുക. പിന്നെ നമ്മൾ നനച്ചു കൊടുക്കുക. ഇപ്പോൾ മഴ ഇവിടെ 2 ദിവസമായിട്ട് മഴയൊന്നും ഇല്ല. അപ്പോൾ മഴയുള്ള സമയമാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് നനച്ച് കൊടുത്തിട്ട് അവിടെ വെച്ച് കൊടുത്താൽ മതി. നല്ല ശക്തമായ മഴയാണെങ്കിൽ നമ്മൾ മഴ തട്ടാത്ത ഭാഗത്തൊന്നും മുളയ്ക്കണവരെ മാറ്റി വെച്ച് കൊടുക്കണം. ഇവിടെ ഇപ്പം അത്ര മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ നേരിട്ട് ടെറസിൻ്റെ മുകളിൽ തന്നെയാണ് വെക്കുന്നത്. പിന്നെ അടിയിൽ ഓടിൻ്റെ മുകളിലാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആ ഓട് ലെവലിൽ നിൽക്കാനും വെള്ളം നേരെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടും അടിയിൽ 3 ചിരട്ട കമഴ്ത്തി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് ചട്ടി വെച്ച് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഞാൻ എല്ലാ വിത്തും നട്ട് കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.